ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം സന്ദർശിക്കും. ക്ഷേത്രത്തിലെ പ്രത്യേക പൂജകളിൽ രാഷ്ട്രപതി പങ്കെടുക്കും. സരയു പൂജയിൽ പങ്കെടുക്കുന്ന ശ്രീമതി ദ്രൌപദി മുർമു ആരതിയിലും സംബന്ധിക്കും. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. മൂന്നാംഘട്ട തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തി. തിരഞ്ഞെടുപ്പ് നിരീക്ഷകരുമായും പോലീസ് ഉദ്യോഗസ്ഥരുമായും കമ്മീഷൻ സംവദിച്ചു. 10 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 94 സീറ്റുകളിൽ മെയ് 7-നാണ് മൂന്നാംഘട്ട വോട്ടെടുപ്പ്. അതേസമയം വിവിധ സംസ്ഥാനങ്ങളിൽ ദേശീയ നേതാക്കളുടെയും താരപ്രചാരകരുടെയും തിരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായി തുടരുകയാണ്. പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി മഹാരാഷ്ട്രയിലും തെലങ്കാനയിലും വിവിധയിടങ്ങളിൽ ഇന്ന് തിരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു. മുതിർന്ന ബിജെപി നേതാക്കളും കേന്ദ്രമന്ത്രിമാരുമായ അമിത് ഷാ പശ്ചിമബംഗാളിലും രാജ്നാഥ് സിംഗ് മധ്യപ്രദേശിലും പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. കോൺഗ്രസിനായി രാഹുൽ ഗാന്ധി ഇന്ന് മധ്യപ്രദേശിലെ ഭിണ്ടിയിൽ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഇന്ന് ഛത്തീസ്ഗഡിൽ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി ഗുജറാത്തിൽ പ്രചാരണം നടത്തും. 6 റാലികളിലും ഒരു റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുക്കും. ഔട്ടർ മണിപ്പൂർ ലോക്സഭാ മണ്ഡലത്തിലെ 6 പോളിംഗ് സ്റ്റേഷനുകളിൽ റീപോളിംഗ് സമാധാനപരമായി നടന്നു. 81.16% പോളിംഗ്. ഉഖ്രുൽ ജില്ലയിലെ 5 പോളിംഗ് സ്റ്റേഷനുകളിൽ സേനാപതി ജില്ലയിലെ ഒരിടത്തുമാണ് രാവിലെ 7 മുതൽ വൈകിട്ട് 4 മണിവരെ വോട്ടെടുപ്പ് നടന്നത്. ഈ മാസം 26-ന് നടന്ന വോട്ടെടുപ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കിയ സാഹചര്യത്തിലാണ് റീപോളിംഗ് നടന്നത്. ഇന്ത്യൻ നാവികസേനയുടെ മേധാവിയായി അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി ചുമതലയേറ്റു. സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ നാവികസേന സജ്ജമാണെന്ന് ന്യൂഡൽഹിയിൽ ചുമതലയേറ്റ ശേഷം അദ്ദേഹം പറഞ്ഞു. ആത്മനിർഭർ ഭാരത് കൈവരിക്കാനുള്ള നാവികസേനയുടെ എല്ലാ പരിശ്രമങ്ങൾക്കും ശക്തി പകരുമെന്നും നാവികസേനാ മേധാവി വ്യക്തമാക്കി. മലയാളിയായ നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ വിരമിച്ച ഒഴിവിലാണ് നിയമനം. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ സുപ്രീംകോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് വിശദീകരണം തേടി. അറസ്റ്റ് ചോദ്യം ചെയ്ത് കെജ്രിവാൾ സമർപ്പിച്ച ഹർജിയിൽ വാദം കേൾക്കവെയാണ് കോടതിയുടെ നടപടി. തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപായി അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്തിനാണെന്ന് കോടതി ചോദിച്ചു. ഹർജിയിൽ വെള്ളിയാഴ്ച വാദം തുടരും. അതേസമയം മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ ജാമ്യാപേക്ഷ ഡൽഹി ഹൈക്കോടതി തള്ളി. ഈ വർഷത്തെ SSLC ഫലപ്രഖ്യാപനം മെയ് 8-ന് വൈകുന്നേരം 3 മണിക്ക് നടത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. 4,27,105 വിദ്യാർത്ഥികളാണ് ഇക്കൊല്ലം SSLC പരീക്ഷ എഴുതിയത്. പ്ലസ് 2 VHSE പരീക്ഷാഫലം മെയ് 9-ന് നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഇടവിട്ടുള്ള മഴ മൂലം ഡെങ്കിപ്പനി വ്യാപനത്തിന് സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിൽ ഡെങ്കിപ്പനി വ്യാപനത്തിന് സാധ്യത ഏറെയാണ്. വകുപ്പുകൾ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങൾ അടിയന്തരമായി ആരംഭിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച പ്രദേശങ്ങളിൽ വളർത്തുപക്ഷികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്ന പ്രവർത്തനങ്ങൾ ഇന്ന് രാത്രി പൂർത്തിയാവും. 30,000-ഓളം പക്ഷികളെയാണ് നശിപ്പിച്ചത്. അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്ത് വാർഡ് 7, എടത്വ ഗ്രാമപഞ്ചായത്ത് വാർഡ് 10, തകഴി ഗ്രാമപഞ്ചായത്ത് വാർഡ് 4 എന്നിവിടങ്ങളിലാണ് കള്ളിംഗ് നടക്കുന്നത്. കേരളത്തിൽ കടുത്ത ചൂട് തുടരുന്നു. ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ ചിലയിടങ്ങളിൽ അടുത്ത മാസം 2 വരെ ഉഷ്ണതരംഗ സാധ്യത ഉള്ളതിനാൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കൊല്ലത്തും ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പുണ്ട്. അതേസമയം കേരളത്തിൽ ശനിയാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൊല്ലം ചിറ്റുമല ഓണമ്പലത്ത് ഇടിമിന്നലേറ്റ് ഒരാൾ മരിച്ചു. ഓണമ്പലം സെന്റ് മേരീസ് കശുവണ്ടി ഫാക്ടറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ മണ്ണടി സ്വദേശി തുളസീധരൻ പിള്ളയാണ് മരിച്ചത്. നാളെ മെയ് ദിനം. ജനങ്ങൾക്ക് മെയ് ദിനാശംസകൾ നേർന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും. തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജ് SIT ആശുപത്രിക്ക് മികച്ച സ്കോറോടെ ദേശീയ ഗുണനിലവാര അംഗീകാരമായ ലക്ഷ്യ സർട്ടിഫിക്കേഷൻ ലഭിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്തെ പ്രസവം നടക്കുന്ന ആശുപത്രികളെ ദേശീയ ഗുണനിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായി നടത്തുന്ന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണിതെന്നും മന്ത്രി പറഞ്ഞു. 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ മലയാളി താരം സഞ്ജു സാംസൺ ഇടം നേടി. രോഹിത് ശർമ്മ നായകനായ ടീമിൽ ഋഷഭ് പന്തും സഞ്ജു സാംസണും വിക്കറ്റ് കീപ്പർമാരാണ്. ഹർദിക് പാണ്ഡ്യയാണ് വൈസ് ക്യാപ്റ്റൻ. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ മുംബൈ ഇന്ത്യൻസിന്റെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ടോസ് നേടിയ ലക്നൌ സൂപ്പർ ജയന്റ്സ് ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഏക്ന സ്പോർട്സ് സ്റ്റേഡിയത്തിലാണ് മത്സരം.
സ്കാനിംഗ് തീയതി നൽകാൻ വൈകി എന്നാരോപിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജീവനക്കാരിക്ക് ക്രൂരമർദ്ദനം. MRI സ്കാനിംഗ് വിഭാഗത്തിലെ ജീവനക്കാരിക്കാണ് മർദ്ദനമേറ്റത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.